വീട്ടുകാരുടെ ഇഷ്ടത്തിന് വളരെ മനോഹരമായിട്ടൊരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴാണ് അവർക്കും സന്തോഷമാകുന്നത്, ചെയ്ത നമുക്കും സന്തോഷമാകുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത മലപ്പുറം ജില്ലയിലെ ക്യൂബർമിനടുത്ത് മിസ്റ്റർ ഷമീം എന്നവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ പറയുകയാണെങ്കിൽ മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് കാര്യങ്ങൾ പ്ലാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിട്ട് വരുമ്പോൾ എക്സ്റ്റീരിയർ ഒരു കണ്ടംപററി ഡിസൈൻ ആയിട്ടാണ് എക്സ്റ്റീരിയർ വരുന്നത്. ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളതിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ പോർഷനിലേക്ക് കയറുകയാണ്. അതായത് സിറ്റ് ഔട്ടിലേക്കാണ് ഫസ്റ്റ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്, നല്ല ഭംഗിയില്ല. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ പോലെ, അതുപോലെ ഒരു സിറ്റിങ്ങും ആൻഡ് ഷൂ റാക്ക് കൂടിയിട്ടുള്ള ഒരു മൊത്തം ഒരു 3 പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ്, ഒരു സിറ്റിംഗ് ബോക്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു വുഡൻ്റെ 2 ചെയറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. ഒരു നോർമൽ അല്ല, അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഇതിൻ്റെ ലിവിങ് ഇൻറ്റീരിയർ ഹാൾ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാനാണ്. ഇതാണ് വീടിന് എൻ്റർ ചെയ്ത് വരുന്ന ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നേരെ പാരലായിട്ട് വന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് ഇവിടുത്തെ TV യൂണിറ്റ്, ലിവിങ് ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് നല്ല കളർ കോമ്പിനേഷനിൽ മൊത്തത്തിലൊരു റോയൽ പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടുത്തെ ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ കസ്റ്റമൈസ് ചെയ്ത സോഫയാണിത്. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് കളർ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഒരു 3 സീറ്റർ, പിന്നെ 2 സീറ്റർ, അങ്ങനെ 5 സീറ്റർ സെറ്റിങ്, പിന്നെ ഒരു സിംഗിൾ സെപ്പറേറ്റ് ചെയറുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടീപ്പോയ്, സെൻറ്ററിൽ ഒരു ടീപ്പോയ് സെറ്റ് ചെയ്തു. അതുപോലെ ഒരു കാർപ്പറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ ഇവിടുത്തെ TV യൂണിറ്റ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു PVC ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ വരുന്നത് ബ്ലാക്ക് ഗ്ലാസ്സുകളാണ്. ബ്ലാക്ക് ഗ്ലാസ്സിൽ U ഷേപ്പിലുള്ള ഗോൾഡൻ സ്ട്രിപ്പുകൾ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ട്. അതുപോലെ ഇവിടെ വരുന്നത് ഒരു മാർബിൾ ഡിസൈനുള്ള ഒരു ലാമിനേറ്റാണ്, മൈക്കയാണ് വരുന്നത്. പിന്നെ താഴെ TVൻ്റെ ബോക്സ് വരുമ്പോൾ അതിൽ മൈക്ക ലാമിനേറ്റ്, അതുപോലെ ഇതിൽ ഗ്ലാസ് ഡോറ് കൊടുത്തിട്ട് അങ്ങനെ ഒരു TV യൂണിറ്റ് വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനായിട്ട് വളരെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ലിവിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് ലിവിങ് റൂമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു വിശാലത ഉള്ള ഒരു ഫ്രീ ഉള്ള നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ. അതുപോലെ ഇവിടെ ഒരു മൊത്തത്തിൽ കർട്ടൻ ബോക്സുകൾ ഇതിൽ പ്ലൈവുഡിൽ ചെയ്തിട്ട് അതിൽ ഡബിൾ ലെയർ ആയിട്ടുള്ള കർട്ടനുകളാണ് ക്ലോത്തിൻ്റെ. ഫുൾ അത്യാവശ്യം ആ ഹൈറ്റ് തൊട്ടിട്ട് 3 മീറ്ററിൻ്റെ ഹൈറ്റ് തൊട്ടിട്ട് ഫ്ലോർ വരെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കർട്ടൻ 2 സൈഡിലും ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വിൻഡോ, വെളിച്ചം വരാൻ വേണ്ടിയിട്ട് വിൻഡോ, ഇവിടെ ഒരു റൗണ്ട് ഓപ്പൺ വിൻഡോ, അങ്ങനെ 3 എണ്ണം. പിന്നെ ഒരു അറബിക് കാലിഗ്രഫി, പിന്നെ ഇവിടുത്തെ ഒരു വാൾനാട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലിവിങ് റൂമിൻ്റെ ഡിസൈന് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ലിവിങ് ആണ്. അതുപോലെ ഫ്ലോറിങ് എടുത്ത് പറയേണ്ടതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വലിയ 8x4 ക്യൂട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടൈലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷന് നമ്മളെ ബെഡ്റൂമിനും വാഷ് ബേസിനും ഒക്കെ കവർ ചെയ്യുന്ന ഒരു പാർട്ടീഷൻ പോലത്തെ ഒരു ഏരിയയാണിത്. ഇത് പ്ലൈവുഡിൽ വന്നിട്ട് ഗ്ലാസ് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ഡിസൈൻ ബോക്സ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പർപ്പസ് കയറി വരുമ്പോൾ ഉള്ളോട്ട് പെട്ടെന്ന് കാണാത്തൊരു ഇതാണ്. എന്നാലും ഒരു കാച്ചി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് വരുമ്പോൾ ഒരു ഷോ വരുന്നൊരു ഏരിയ ആയിട്ടാണ് ഇത് വരുന്നത്. ഇത്രയാണ് ഈ ലിവിങ് ആൻഡ് എൻട്രൻസ് ഏരിയയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ പോകുന്നത് പിന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. അതിൽ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിളിൽ ഇട്ടിട്ടുള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടേബിൾ ഡിസൈനാണ്. അതുപോലെ ചെയർ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഈ ഡൈനിങ് ഹാളിൽ ഈ സൈഡിലുള്ള കർട്ടന് ബോക്സ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റിൽ കർട്ടൻ ബോക്സ് വെച്ചിട്ട് സെയിം കർട്ടൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ ഇവിടെയാണ് ഇതിൻ്റെ കോമൺ ടോയ്ലറ്റ് വരുന്നത് ഈ വീടിൻ്റെ. അതുപോലെ ഇവിടെ ഒരു അയണൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഒരു ഫോൾഡിങ് ടേബിളുകൾ, അതുപോലെ ചെറിയൊരു ഷെൽഫും
പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫിറ്റിലുള്ള സ്റ്റെയറാണ്. ഇത് പ്ലാവിൻ്റെ വുഡിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പോളിഷ് ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഹാൾ ഡൈനിങ് ഏരിയകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കിച്ചണിലോട്ടും ഡൈനിങ്ങിൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷനാണിത്. ഫുഡ് പാസിങ്ങിനൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഒരു സെപ്പറേഷൻ പോലത്തെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഇവിടുത്തെ ഡൈനിങ്ങിനോട് ചേർന്നുള്ള വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 ഡോറായിട്ടുള്ളൊരു ബോക്സ്, അതിൽ റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഒരു വാഷ് ബേസിന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ ഇത് ഫുൾ പാർട്ടീഷൻ ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഈ ഒരു വാളില്ലായിരുന്നു, അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് നമ്മളിത് പാനൽ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് ലാമിനേറ്റ് തന്നെയാണ് മൈക്കയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് PVC ലൂവേഴ്സുകൾ തന്നെയാണ്. നേരത്തെ നമ്മൾ TV യൂണിറ്റിൽ കണ്ട അതേ സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഈ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേ ഡിസൈൻ തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിലും ഇതൊരു ഭംഗിയായിട്ട് വരുന്ന ഒരു എലമെൻ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടുത്തെ നിസ്കാര റൂമും പിന്നെ ഒന്നു കൊടുക്കാനുള്ള സ്പേസും ഒക്കെയാണ്. അബ്ലൂഷൻ സ്പേസാണിത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രെയർ റൂം പോലെ ഇത് ഇവിടെയാണ് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമിലേക്കാണ്. കിഡ്സ് ബെഡ്റൂമിൽ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, പല കിഡ്സ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് വന്നൊരു കിഡ്സ് റൂമാണ്. ഇതിൻ്റെ കളർ പാറ്റേൺ കൊണ്ടും ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് കൊണ്ടിട്ടും നല്ല ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ കിഡ്സ് റൂം. ഇതിൻ്റെ ഹെഡ് ബോർഡിൻ്റെ ഡിസൈനുകളൊക്കെ നോക്കിയാൽ അറിയാം, ഇതൊക്കെ ഒരു ക്ലോത്ത് ഫിനിഷിലുള്ള ഹെഡ് ബോർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കട്ടിലുകളും എല്ലാതും ക്ലോത്ത് ആ ഫിനിഷിൽ തന്നെയാണ്. അതിന് മാച്ചായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ, പിന്നെ കർട്ടന്, ഇതിൻ്റെ വാളിലെ പെയിൻറ്റുകൾ, അതേപോലെ അവിടുത്തെ ലൂവേഴ്സുകളെല്ലാം ആ ഇതിന് മാച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ അതിൻ്റെ സൈസ് ഡിസൈനിന് മാച്ചായിട്ടുള്ള ഒരു മിറർ കൊടുത്തു, പിന്നെ ലൂവേഴ്സ് കൊടുത്തു ഫുൾ ഹൈറ്റിൽ. അങ്ങനെ മൊത്തത്തിൽ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് പോലെ സെൻറ്ററിൽ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ റൂമിന് മാച്ചായിട്ട്. അതുപോലെ ഇവിടെ ഈ ഒരു സൈഡിലാണ് പിന്നെ ഇതിൻ്റെ വാർഡ്രോബ്സും സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുത്തെ മൂക്കുള്ള അതായത് ഓപ്പൺ ഷെൽഫുകളുണ്ട്, ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാൻ, പിന്നെ ഡോറ്, അതിൻ്റെ ഉള്ളിൽ ഷെൽഫുകൾ കാര്യങ്ങൾ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ പഠിക്കാനുള്ള സ്പേസ്, ടേബിളായിട്ട് അതിൻ്റെ മുകളിൽ ട്രോഫി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലാണ് ഈ ഒരു റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്. വളരെ ഭംഗിയായിട്ട് വളരെ എന്താ പറയുക, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കിഡ്സ് റൂം ഇവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് വരുന്ന ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിന് വളരെ വലിയ ഒരു എല്ലാ സ്പേഷ്യസും എല്ലാ ഫിറ്റിങ്സും സെറ്റിങ്സും യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഐലൻഡ് കിച്ചണായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ പോർഷനായിട്ട് തുടങ്ങാം. നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഫുള്ള് സ്റ്റോറേജ്, ആക്സറീസ്, ഫിറ്റിങ്സ്, അപ്ലയൻസസ് ഒക്കെ വരുന്ന ഒരു പോർഷനാണിത്. ഇതിലിവിടെ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് വന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ഓപ്പൺ ഡോറാണ്. അതുപോലെ ഇതൊരു ഷെൽഫാണ്, ഡോർ ഷെൽഫ്. അപ്പോൾ ഇവിടെ ഒരു 4 ഓപ്പൺ ബോക്സുകൾ വന്നിട്ടുണ്ട്. മുകളിൽ മൊത്തം ലോഫ്റ്റാണ്, ഡോറുകൾ സ്പേസ്, സ്റ്റോറേജ് സ്പേസാണ് മുകളിൽ മൊത്തം വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ താഴെ വാഷിംഗ് മെഷീന്, ഇതിൻ്റെ മുകളിൽ ഓവന് കാര്യങ്ങളെല്ലാം. അതുപോലെ ഇവിടെ നമുക്ക് വരുന്നത് ഗ്ലാസ് ഡോറാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ക്രോക്കറി ഷെൽഫുകൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 ഡോറ് വരുന്നത് ഇവിടെ മൊത്തം നമുക്ക് ടാളി യൂണിറ്റാണ്, മൊത്തം ഫിറ്റിങ്സുകൾ കാര്യങ്ങൾ. അതായത് നമുക്ക് സ്പേസസ്, നമ്മൾ മറ്റു പൊടികൾ കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂമിൻ്റെ ഒരു യൂസിങ് ഇവിടെ ഏകദേശം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. 2 കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് വരും. അതുപോലെ അടുത്ത ഇവിടെ ഒരു സംഭവം, ഈ ഒരു ഇതിൽ മൊത്തം നമ്മളെ ചൂല്, അതുപോലെ വീട്ടിലത്തെ ക്ലീനിങ് ഐറ്റംസുകളൊക്കെ വെക്കാൻ പറ്റിയൊരു യൂണിറ്റാണ് ഇത് വരുന്നത്. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതിങ്ങനെ അടച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൻ്റെ ഈ ഒരു സിങ്ക് ഏരിയയാണ്. സിങ്കിൽ ഇത് മൊത്തം ഇതിൻ്റെ ഇവിടെ വരുന്നത് സിങ്ക് മുകളിൽ ഓപ്പൺ ഷെൽഫിൽ ഇവിടെ വരുന്നത് നമുക്ക് GT/PT ആണ് വരുന്നത്. ഇതിന് വെള്ളം താഴെ ഷെൽഫ് കൊടുക്കാതെ വെള്ളം താഴെ സിങ്കിലേക്ക് വരുന്ന രീതിയിൽ GT/PT ട്രേ, പ്ലേറ്റ്, ഗ്ലാസ് ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഷെൽഫുകളാണ്.
ഇവിടെ വന്നിട്ടുള്ളത് ഗ്ലാസ് ഡോറാണ്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ താഴെയൊക്കെ വരുന്നത് അത് 2 ടാൻഡം ബോക്സ് ആണ്. പിന്നെ ഇവിടെ നോർമൽ ഡോറുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഐലൻഡ് പോർഷനാണ് വരുന്നത്. ഗ്യാസ് ഇതിൻ്റെ ഇവിടെ കട്ട്ലറി ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് എന്തൊരു ഫ്രീ ആയിട്ടുള്ള സ്പേഷ്യസ് ടാൻഡം ബോക്സ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിലും മൊത്തത്തിൽ സാധനങ്ങൾ അവർ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു ബോട്ടിൽ പുൾ ഔട്ടാണ്. ബോട്ടിൽ പുൾ ഔട്ട് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഓപ്പണുകളാണ്, ഇതൊക്കെ ഓപ്പൺ ഷെൽഫുകളാണ്. ഇവിടെ ഒരു ഫിറ്റിങ്സ് ഉള്ളത് ഈ ഫ്രൈ പാന് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയൊരു ഫിറ്റിങ്സാണ്. നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണിത്. അത് വളരെ യൂസിങ് ആണ്. ഇത് ഒരു ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷനാണ്. അതായത് ഇതൊരു ഷട്ടർ, PVC ഷട്ടേഴ്സാണ്. ഇത് നമുക്ക് സ്റ്റോറേജ് ഷെൽഫുകൾ കൊടുത്തിട്ട് മിക്സി കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഷട്ടർ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തരുടെ കസ്റ്റമൈസ് ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വലിയ ഗ്ലാസ് ഡോർ ഉണ്ട്. ഈ ഗ്ലാസ് ഡോറിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു ഫിറ്റിങ്സ് ഉണ്ട്. ഒരു മൂവിങ് കലക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ താഴോട്ടേക്ക് വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നൊരു ഫിറ്റിങ്സാണ് ഈ മൂവിങ് കലക്ടർ. നല്ലൊരു ഫിറ്റിങ്സാണ് ഇത്. അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്, എന്നാലും അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് അത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നോർമൽ നമുക്ക് ലിഫ്റ്റപ്പാണ്, നോർമൽ ലിഫ്റ്റപ്പാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ സ്പേസ് കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു ഫിറ്റിങ്സാണ് ഇത്. നമുക്ക് ഇങ്ങനെ താഴോട്ടൊക്കെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെൽഫിൻ്റെ സംഗതികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് ഇങ്ങനെ പൂക്കി കഴിഞ്ഞാൽ അത് ഡോർ ക്ലോസ് ആയി. പിന്നെ ഇവിടെ വരുന്നത് ടാൻഡം ബോക്സുകളാണ്. ഒക്കെ പാത്രങ്ങൾ ഫ്രീ ആയിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങളാണ് ഇതൊക്കെ വരുന്നത്. ഇതിന് ഇവിടെ പിന്നെ ഇവിടെ ഒരു പിന്നെ ഇതൊക്കെ വെക്കാൻ പറ്റിയ ഡിറ്റർജൻ്റൊക്കെ വെക്കാൻ പറ്റിയൊരു പോർഷൻ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വെജിറ്റബിൾ ബാസ്ക്കറ്റാണ്. ഇതും ടാൻഡം ബോക്സുകളാണ്. ഇത്രയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഇത് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ പോലെ നമുക്ക് അവിടെ കുക്ക് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ കൗണ്ടർ സിസ്റ്റം വരുന്നത്. ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് ഉള്ളൊരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കിച്ചണിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഒരു വലിയ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പോൾ ഈ അടുത്ത് പോകുന്നത് നമ്മളിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. നല്ല ഒരു എന്താ പറയുക, യെല്ലോയിഷ് ആയിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളും മൊത്തത്തിൽ ആ ഒരു ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ യെല്ലോയിഷ് അല്ല, ഒരു ലൈറ്റ് ക്രീം പോലത്തെ കളറാണ്. ഇതിൻ്റെ ലാമിനേറ്റും കട്ടിലും കാര്യങ്ങളും ഉള്ളതും പെയിൻറ്റിങ്ങും വാൾ പെയിൻറ്റിങ് എല്ലാം. ഇവിടെ ഇപ്പം വാളിൽ വരുന്നത് പെയിൻറ്റ് ഒരു കുറച്ചൊരു ഡാർക്കാക്കി കൊടുത്തത്. ഇതൊരു PVC ട്യൂബേഴ്സാണ്, ഒരു ഗ്രേ കളറ്, ലൈറ്റ് ഗ്രേ കളറ്. പിന്നെ കട്ടിലെല്ലാം കുഷ്യനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫുൾ കുഷ്യനിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡ് ടേബിളുകൾ കൊടുത്തു. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ്സ് ഒരു 5 ഡോർ വാർഡ്രോബ്സ് നമുക്ക് മൊത്തം ഒരേ കളറിൽ നല്ല ലെങ്ത് ആയിട്ടുള്ള ഹാൻഡിലുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൂവേഴ്സ് കൊടുത്തിട്ട് അതിനൊരു വാർഡ്രോബിൻ്റെ സെപ്പറേഷൻ ഒരു ഫീലിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ ഒരു എൻട്രൻസ് ആണ്, അതായത് നമ്മളെ ബാത്റൂമും ഡ്രസ്സിങ്ങിലേക്കുള്ളൊരു പോർഷനാണിത്. ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് മിറർ കൊടുത്ത് മൊത്തത്തിൽ ഡ്രോവേഴ്സ് കാര്യങ്ങൾ കൊടുത്തു. ബാക്കി വാൾ ഹാള് ലൂവേഴ്സ് കൊടുത്ത് ഭംഗിയാക്കി. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഗ്ലാസ് ഡോറാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഒരു ലൈറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്ലാസ് ഡോർ കൊടുത്തിങ്ങനെ നല്ല ഭംഗി കിട്ടും. പിന്നെ ഇവിടെ കർട്ടൻ കാര്യങ്ങളൊക്കെ ഫുൾ ലെങ്ത്ത് കർട്ടനെ കൊടുത്തിട്ടുള്ളത്. അവിടെ റോമൻ ബ്ലൈൻസും കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ വളരെ ഭംഗി, നല്ലൊരു ബെഡ്റൂമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇതിൻ്റെ ഇവിടെ ഹാളിൽ നിന്ന് വുഡൻ്റെ സ്റ്റെയറാണിത്. ഇൻഡസ്ട്രിയലിൽ സെറ്റ് ചെയ്തിട്ടുള്ള വുഡൻ സ്റ്റെയറിൽ മുകളിലേക്കുള്ള പാസിങ് വരുന്നത്. അതുപോലെ എൻട്രി മുകളിൽ കയറി വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ടെറക്കോട്ട ജാളി വെച്ചിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കാറ്റ് വെളിച്ചം കിടക്കുകയും ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ ഇവിടുന്ന്
നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹാൾ പോർഷനാണ്. മൊത്തത്തിൽ നല്ലൊരു ലൈറ്റും കാര്യങ്ങളും വിസിബിലിറ്റി എല്ലാം ഉള്ള ഒരു ഡൈനിങ് ഹാള്. ഫസ്റ്റ് ഫ്ലോർ ഡൈനിങ് ആണ്, ഫസ്റ്റ് ഫ്ലോർ ഹാളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന മുകളിലത്തെ ബെഡ്റൂമിലേക്കാണ്. മുകളിലത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പം താഴെ പറഞ്ഞ പോലെ വേറൊരു ടൈപ്പ് കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്ലൈവുഡ് തന്നെ ഒരു ബോക്സായി താത്തി കൊടുത്തിട്ട് അതിൽ ഹൈറ്റ് കൂടിയ ബെഡ് ഇട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു ബെഡിൻ്റെ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഹെഡ് ബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതേ വുഡൻ കളറിലുള്ള സൈഡ് ടേബിൾ ചെയ്തു. ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനിലുള്ള ലൂവേഴ്സ് കൊടുത്തു. അതിന് മാച്ചായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് പെയിൻറ്റ് കൊടുത്തു വാളിൽ. പിന്നെ അതിന് മാച്ചായിട്ടുള്ള കർട്ടന് കൊടുത്തു ഒരു ഗ്രീൻ കളറായിട്ട്. ഒരു ഗ്രീൻ ടച്ചാണ് ഈ റൂമിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ മിറർ പോർഷനിലും സൈഡിൽ ലൂവേഴ്സ് കൊടുത്ത് പിന്നെ ഫുൾ ലെങ്ത്ത് മിറർ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്ന ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു ഡ്രോവർ പോർഷൻ കൊടുത്തു, ബാക്കി ഒരു മിറർ കൊടുത്തു. പിന്നെ ഈ ഒരു ഏരിയയും ആ ഗ്രീൻ ലൂവേഴ്സ് തന്നെ കൊടുത്തിട്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ട് ഷെൽഫുകൾ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് റൂം. അങ്ങനെ മൊത്തത്തിൽ സിമ്പിളാണ്, എന്നാലും നല്ല ഭംഗിയായിട്ട് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഒരു ഹെഡ് ബോർഡ് കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ ബെഡ്റൂമുകളെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ഇങ്ങനെ അതുപോലെ മുകളിൽ നമ്മളിങ്ങനെ സീൻ ബിലോ ഏരിയയാണ് ഇത് കട്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ലിവിങ്ങിൽ നിന്നൊക്കെ നല്ലൊരു ലിവിങ്ങിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും, വളരെ മനോഹരമായിട്ടുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഈ ലൈറ്റിങ് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്ലൈൻറ്റ് മിസ്സസ് ഷമീം, അവരെ വൈഫ് സഹില, പിന്നെ മോള് സെല്ല, അവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. ഫൊറാലി ഇൻറ്റീരിയേഴ്സാണ് വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തത്. അപ്പോൾ എന്താണ് പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഫൊറാലി ആയിട്ടുള്ള എന്നുള്ളതൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഈ ഒരു സെഷന്. അപ്പം ഷമീക്ക് എന്താണ് പിന്നെ ഫൊറാലി ഇൻറ്റീരിയേഴ്സായിട്ട് ഇപ്പോൾ ചെയ്തപ്പം ഉള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ? എക്സ്പീരിയൻസ് നമുക്ക് വർക്ക് ഡേറ്റിന് തീരൂല എന്നുള്ള ഒരു ബേജാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത് നമ്മളത് പരിപാടി ആയപ്പോൾ തലേ ദിവസത്തോടുകൂടി എല്ലാം എവരിത്തിങ് ഫിനിഷാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന ഓരോ ഗസ്റ്റും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവരും കയറി കണ്ട് മൊത്തത്തിൽ കയറി എല്ലാവരും കണ്ടിട്ടുണ്ട്. ചില ദിവസം കാണാത്തവർ വീണ്ടും വന്ന് കണ്ടവരുണ്ട്. ഹൗസ് വാമിങ്ങിന് അത് തിരക്കായിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വന്ന് കണ്ടവരൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ വളരെ സന്തോഷം ഇവരറിയുന്നതിൽ. പിന്നെ ഹൗസ് വൈഫ് ഒരു സഹില, പിന്നെ എന്താണ് അതെ കിച്ചണിൽ കുറേ റിക്വയർമെന്റും കാര്യങ്ങളും പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ, ഇതിന് മൊത്തത്തിൽ ബെഡ്റൂംസും എന്താണെന്നുള്ളത്? കിച്ചണ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ നല്ല സെറ്റായിട്ടുള്ളൊരു കിച്ചൺ വേണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ ഒരു പേടിയാണ് ഇതിങ്ങനെ ആവോ. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഫിനിഷിങ് കറക്റ്റ് നല്ല വർക്കായിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ മോളൂസിന്റെ റൂമാണ് നമ്മൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കിഡ്സ് റൂം, വളരെ ഉഷാറായിട്ടുണ്ട്. എന്താണ് റൂം എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? മറ്റൊരു വീടിന്റെ വിശേഷമായിട്ട് വരുന്നവരെ ബൈ.